നമുക്ക് വേണ്ടി ആർ കെണിയൊരുക്കുന്നതോ, നമുക്ക് വേണ്ടി ആർ എതിരെ സംസാരിക്കുന്നുവോ, നമ്മുടെ ആത്മീയ ജീവിതത്തിലാകട്ടെ, നമ്മുടെ ഭൗതിക ജീവിതത്തിലാകട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, ആര് നമുക്ക് വേണ്ടി എതിരെ സംസാരിക്കുന്നു? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യിരെമ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. യിരെമ്യാ പ്രവാചകൻ അവിടെ ആഹ്വാനം ചെയ്യുകയാണ്, ഇവിടെ പാർക്കുന്ന യഹോവ ഇപ്രകാരമാണ് ചെയ്യുന്നത്, നഗരത്തിൽ പാർക്കുന്ന വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുകയും കൽദയരുടെ മുമ്പിൽ അടിയറവ് പറയുന്നവനോ അവിടെ ജീവനോടെ ഇരിക്കും എന്നാണ് അവിടെ ഈ 1-2 വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് കേട്ടിട്ട് അവിടെയുള്ള ചില പ്രഭുക്കന്മാർ യിരെമ്യാവിനെ, അതായത് യിരെമ്യാവ് അവിടെ സത്യവചനം പറഞ്ഞതുകൊണ്ട്, മീൻസ് അവർ പറഞ്ഞത് ഈ മനുഷ്യൻ നമുക്ക് വേണ്ടി ധൈര്യക്ഷയം വരുത്തുന്നു, ഈ വേണ്ടാത്തതൊക്കെ സംസാരിക്കും. നമ്മളും അങ്ങനെയാണ്. ചില പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ, സത്യകരമായ ചില പ്രവചനങ്ങൾ ദർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സംശയങ്ങളും ചില തെറ്റായ ധാരണകളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാറുണ്ട്. ഈ മനുഷ്യൻ പറയുന്നത് സത്യമാണോ അതോ വെറുതെ പറയുന്നതാണ്? അതുപോലെ തന്നെ പ്രഭുക്കന്മാർ ധൈര്യക്ഷയം വരുത്തുന്ന വാക്കുകൾ ഇവൻ പറയുന്നു. ഇവനെ നമുക്ക് കൊന്നുകളയണമെന്ന് അവർ ആലോചിക്കുന്നു. അവർ രാജാവിനോട് സംസാരിച്ചിട്ട് ഇവനെ ഒരു വെള്ളമില്ലാത്ത ഒരു ചെളിക്കുഴിയിലേക്ക് ഇവനെ ഇറക്കി വിടുന്നു. അവനെ ചെളിക്കുഴിയിലേക്ക് ഇറക്കി വിടുമ്പോൾ അവിടെ ഏബത് മേലക് എന്ന് പറഞ്ഞ ഒരു ഷണ്ണൻ ഇത് കാണുകയാണ്. ഇത് കണ്ടിട്ട് സിദക്കിയ രാജാവിനെ ഓടിച്ചെന്ന് പറയുകയാണ്, അവനെ രക്ഷിക്കണം, ഈ നഗരത്തിൽ അപ്പവുമില്ല, അവൻ പട്ടിണി കിടന്നു മരിക്കും, ആ ചെളിയിൽ നിന്ന് അവനെ രക്ഷിക്കണമെന്ന്, ആ ചെളിക്കുണ്ടിൽ നിന്ന് അവനെ രക്ഷിക്കണമെന്ന് രാജാവിനോട് ചെന്ന് പറയുകയാണ്. ആ ഷണ്ണനെ 3-ാമത് ഒരാൾ കർത്താവ് യിരെമ്യാവിന് വേണ്ടി ഒരുക്കി ഈ യിരെമ്യാവിനെ അവിടുന്ന് രക്ഷിക്കുകയാണ്. താഴോട്ട് വരുമ്പോൾ യിരെമ്യാവിനെ ഈ ഷണ്ണന്റെ 30 പേരെ വിളിച്ചുകൊണ്ടുവന്ന്, ഒരാളല്ല, ഈ ഷണ്ണൻ ചെന്ന് 30, ഈ രാജാവ് പറഞ്ഞു, നിങ്ങൾ 30 പേരെ ഒരുക്കി ചെന്ന് അവനെ രക്ഷിച്ചു കൊള്ളുക എന്ന് ഈ രാജാവ് ഏബത് മേലക്കിനോട് പറഞ്ഞു. അങ്ങനെ യിരെമ്യാവിനെ ആ ചെളിക്കുണ്ടിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ രാജാവ് എന്തു ചെയ്തു? ഈ രാജാവ് പിന്നെ ഈ യിരെമ്യാവിന്റെ ഉപദേശം തേടുകയാണ്. യഹൂദന്മാർ അവർ തമ്മിൽ കൂടി ആലോചിക്കുന്നു, എനിക്കൊരു മരണം സംഭവിക്കും, എന്റെ പ്രാണൻ എന്തെങ്കിലും സംഭവിക്കും, ഞാൻ എന്ത് ചെയ്യണം എന്ന് യിരെമ്യാവിനോട് ഉപദേശം തേടുകയാണ്. ഒന്ന് ഓർത്ത് നോക്കണം, ആ ചെളിക്കുട്ടിൽ അവനെ വീഴ്ത്തി അവിടെ ഏബത് മേലക് രക്ഷിക്കുന്നു. അതേ രാജാവ് തന്നെ യിരെമ്യാവിന്റെ ഉപദേശം തേടുകയാണ്. കർത്താവ് ഒരു 3-ാമത് ഒരാളെ ദൈവം അവിടെ ഒരുക്കി. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഷണ്ണനെ കർത്താവ് അവിടെ യിരെമ്യാവിന് വേണ്ടി ദൈവം ഒരുക്കി. അങ്ങനെ രാജാവിന്റെ ഉപദേശം തേടി അങ്ങനെ രാജാവിനോട് ഇവ പറയുകയാണ്, യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, നിനക്കൊന്നും സംഭവിക്കുകയില്ല, നിന്റെ പ്രാണൻ ഒന്നും സംഭവിക്കുകയില്ല, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, എന്റെ വചനം കേൾക്കണം, എന്റെ വചനം അനുസരിക്കുമെങ്കിൽ നിന്റെ പ്രാണനെ ദൈവം വിടുവിക്കുമെന്ന് ആ സിദക്കിയ രാജാവിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, ഒരു കാര്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് വേണ്ടി ആർ കെണിയൊരുക്കുന്നതോ, നമുക്ക് വേണ്ടി ആർ എതിരെ സംസാരിക്കുന്നുവോ, നമ്മുടെ ആത്മീയ ജീവിതത്തിലാകട്ടെ, നമ്മുടെ ഭൗതിക ജീവിതത്തിലാകട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, ആര് നമ്മൾക്ക് വേണ്ടി എതിരെ സംസാരിക്കുന്നു, ആര് നമ്മൾക്ക് വേണ്ടി നമ്മുടെ നേരെ ഒരു ശത്രുത ഉയർത്തുന്നുവോ, അവരെ കൊണ്ട് തന്നെ ദൈവം നമ്മളെ രക്ഷിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. 3-ാമതൊരാളെ ദൈവം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. നമ്മുടെ ഏത് അവസ്ഥയിൽ കൂടി കടന്നു പോയാലും ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ കുറെ നേരം എടുക്കും. ആ ചെളിക്കുണ്ടിൽ കിടന്ന കുറെ നേരം കിടന്നു, പെട്ടെന്നൊന്നും എഴുന്നേൽക്കാൻ സാധിച്ചില്ല. പക്ഷെ അവിടെ ദൈവം ഏബത് മേലക്കിനെ ഒരുക്കിയതുപോലെ തന്നെ നമുക്ക് വേണ്ടി ദൈവം 3-ാമതൊരാളെ ഒരുക്കുവാനായിട്ട് ഇടയായി തീരും. 2 തിമോത്തിയോസ് 3:11 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, എല്ലാറ്റിൽ നിന്നും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വിടുവിക്കുമെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമെങ്കിൽ, അതുപോലെ തന്നെ 4:17-18 വാക്യങ്ങൾ പറയുന്നു. 2 തിമോത്തിയോസ് 4:17-18 കർത്താവ് എനിക്ക് തുണവുന്ന പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളെ കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ
ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു. തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. നമ്മൾ ഒരു ഏത് കാര്യത്തിനായി, നല്ല കാര്യത്തിനായി നമ്മൾ പുറപ്പെടുന്നുവോ അതിന്റെ പിന്നെ ചില തടസ്സങ്ങൾ ഉണ്ടാകും, കഷ്ടതകൾ ഉണ്ടാകാം, എതിരുകൾ ഉണ്ടാകാം. പക്ഷെ ഇതിൽ പൗലോസ് അവിടെ പറയുകയാണ്, എന്തെല്ലാം സംഭവിച്ചാലും കർത്താവ് എനിക്ക് വേണ്ടി തുണ നിൽക്കും. എന്നെ കർത്താവ് രക്ഷിക്കും. സ്വർഗീയ രാജ്യത്തിന് എന്നെ ദൈവം ാക്കി തീർക്കും. നമുക്ക് ഈ ദിവസങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ എന്തുവായിക്കോട്ടെ, ഭൗതിക കാര്യങ്ങളിലായിരിക്കും എന്തുവായിക്കോട്ടെ, നമ്മൾ കർത്താവിന് വേണ്ടി നിലനിന്നുകൊണ്ട് കഴിഞ്ഞാൽ, കഷ്ടം സഹിച്ചാൽ, ഉപദ്രവം സഹിച്ചാൽ കർത്താവ് തീർച്ചയായും നമ്മളെ രക്ഷിക്കും, മാനിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.